യേശുക്രിസ്തു അത്രേ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ആരുടെയൊക്കെ തലയറത്ത് മാറ്റിയാലും, എന്തൊക്കെ വെല്ലുവിളികൾ നേരിട്ടെന്ന് പറഞ്ഞാലും, അത് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടെന്ന് പറഞ്ഞാലും, ഇന്നും മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ്. ആ സന്ദേശം എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം മാറ്റത്തിന്റെ മാറ്റൊലിയെ പാകിക്കൊണ്ട്, അനേക ഹൃദയങ്ങളെ രൂപാന്തരം വരുത്തിക്കൊണ്ട്, അനേക മദ്യപാനികളെ മദ്യപാനത്തിൽ നിന്ന് മോചനം പ്രാപിപ്പിച്ചുകൊണ്ട്, അനേക ഭൂതഗ്രസ്തന്മാരെ വിടുവിച്ചുകൊണ്ട്, അനേക രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട്, ഇന്നും ഉലകത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു മാർഗമുണ്ടെങ്കിൽ, ഒരേ ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്ദേശമാണെന്ന് സധൈര്യം ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു ഈ ഉലകത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന് അനേക അടയാളങ്ങൾ നമുക്ക് തിരുവചനത്തിൽ തന്നെ കാണുവാൻ കഴിയും. ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു സന്ദേശമാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് കൈമാറുന്നത്. കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്റെ ജനനത്തെ കുറിച്ച്, അവൻ എവിടെ ജനിക്കുമെന്നും അവന്റെ ജനനം എപ്രകാരമായിരിക്കുമെന്നും അവൻ ഏത് വംശത്തിൽ ജനിക്കുമെന്നും വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞ ഒരു പുസ്തകമുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെ കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് തിരുവെഴുത്തുകൾ എന്തെല്ലാം രേഖപ്പെടുത്തിയോ അതൊക്കെ അണുവിട വ്യത്യാസം കൂടാതെ അതിൻ്റെതായ നിലകളിൽ നിവർത്തീകരിച്ചുകൊണ്ട് കർത്താവിന്റെ ജനനം ഈ ഭൂമിയിൽ നിറവേറുമ്പോൾ, തിരുവചനം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, തിരുവചനത്തിനകത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയ 850 പരം പ്രവചനങ്ങളെ നിവർത്തിയാക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം ഈ ലോകത്തോട് ദൈവത്തിന്റെ ദൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ഇതാ സർവ്വജനത്തിനും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം നിങ്ങളെ വിളിച്ചറിയിപ്പാൻ വന്നതത്രേ എന്ന് പറഞ്ഞുകൊണ്ട് സകല ജനത്തിനും ഉണ്ടാകാൻ പോകുന്ന ഒരു സന്തോഷമുണ്ടെങ്കിൽ അത് മറ്റൊരു സന്ദേശവുമല്ല, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ്. അങ്ങനെ തന്നെ ജനനം കൊണ്ട് തന്നെ കുറിച്ച് തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയ അനേക പ്രവചനങ്ങളെ നിവർത്തിയാക്കിക്കൊണ്ട് കർത്താവ് ഈ ഉലകത്തിലേക്ക് വന്നുവെങ്കിൽ, വചനം പറയുന്നു, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഉറപ്പിച്ചു തന്ന രക്ഷ. ഈ തിരുവചനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിന് അനേക